ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മീഡിയ കിട്ടിയ ഇത് ആരയച്ചു കൊടുക്കുന്ന അറിയത്തില്ല. എന്റെ വീഡിയോ ഇങ്ങനെ ഇപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുള്ള് ഇതായിക്കൊണ്ടിരിക്കുക. അതിന്റെ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ബ്ലർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കാം. അത് ഇപ്പം പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചേച്ചി. ഇത് ഒരു സമയം കഴിഞ്ഞാൽ വിളിക്കണേ, അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഇത് നമുക്ക് മറ്റേ ഒപ്പിടുന്ന സമയത്ത് 9:30 വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കണേ. വാടാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു വിഷയത്തിൽ എൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ആ വീഡിയോയിലിട്ട് നിമിഷങ്ങൾക്കകം തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ആ വീഡിയോകൾ റിമൂവ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആഡ് ഷൂട്ടബിലിറ്റി, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് എന്നിങ്ങനെ വിഷയങ്ങളൊക്കെ എനിക്ക് ആ ഒരു വീഡിയോകൾക്കൊക്കെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ട വന്നത്. ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും നിങ്ങൾ എല്ലാവരും കാണുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും എത്ര ചെയ്തിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് പണി കിട്ടിയാലും ഞാൻ വീണ്ടും ചെയ്യുന്നത്. കാരണം ഈ ഒരു കോണ്ടന്റ് ഞാൻ ഈ എടുത്ത് ചെയ്താൽ തന്നെ യൂട്യൂബിൽ അത് മനസ്സിലായതുകൊണ്ട് തന്നെ ചിലപ്പം എടുത്ത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടവരായിരിക്കും ഭൂരിഭാഗവും. ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സുകളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. വേറെ ഒന്നുമല്ല, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുറച്ച് കുട്ടികളെ, ഏകദേശം 6ഓളം കുട്ടികളെ അവരുടെ 3rd ഇയറിന് പഠിക്കുന്ന സീനിയേഴ്സ് റാഗ് ചെയ്തു. അതും വളരെ ബ്രൂട്ടലായിട്ട്. ഒരു പയ്യന്റെ ബർത്ത്ഡേയുടെ അന്ന് ആ പയ്യനെ ഇനി അവന്മാർ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഈ പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ഇവന്മാരെ അങ്ങ് ഷൂട്ട് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ആ ഷൂട്ട് ചെയ്തതൊക്കെ അങ്ങ് പുറത്തു വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പം പണിയൊക്കെ കിട്ടിയത് ചാനൽ. എന്തായാലും അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ 3rd പേഴ്സൺ, ലൈക്ക് ഒരു മിഡിൽ മാൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ റാഗിങ്ങില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കര ബ്രൂട്ടലായിട്ട് ഇരയായ ഒരു പയ്യനുണ്ട്. അവന്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു അവനെ കേക്കിൽ കുളിപ്പിച്ച് അവന്റെ ദേഹത്ത് വേണ്ട, ഞാൻ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം യൂട്യൂബ് എനിക്ക് വീണ്ടും പണി തരും. അപ്പൊ എന്താണെങ്കിലും വളരെ മൃഗീയമായിട്ട് ആ പയ്യനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ ഇപ്പോ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് പതിവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇരയായ വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട്. തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്നാണ് വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. രാത്രി 9:30 കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികൾ റൂമിലേക്ക് വിളിപ്പിക്കും. കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മർദ്ദിക്കുമെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പതിവാണെന്നും വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കതൊന്ന് കേൾക്കാം. ഇത് മറ്റേ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ ആകുന്ന ആർക്കും അറിയത്തില്ലായിരുന്നു. നവംബർ എന്ന് പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചേച്ചി. ഇത് ഒരു സമയം കഴിഞ്ഞാൽ വിളിക്കണേ, അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഇത് നമുക്ക് മറ്റേ ഒപ്പിടുന്ന സമയത്ത് 9:30 വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കണേ. വാടാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. അല്ല, വരാൻ പറയും. അപ്പൊ നമ്മള് പോകും. നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉപദ്രവിക്കും. ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മീഡിയ കിട്ടിയ ഇത് ആരയച്ചു കൊടുക്കുന്ന അറിയത്തില്ല. എന്റെ വീഡിയോ ഇങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുള്ള് ഇതായിക്കൊണ്ടിരിക്കുക. അതിന്റെ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ബ്ലർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കാം. അത് ഇപ്പം ആ പയ്യന്റെ ഒരു അപേക്ഷയാണ് സത്യം പറഞ്ഞാൽ നമ്മളോട് എല്ലാവരോടും. നിങ്ങൾ ആരൊക്കെ ഈ പയ്യന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തെ ഓർത്ത് ഇനി ആ പയ്യന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു പയ്യനെ കിടത്തിയിട്ട് അവന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി അത് ഷെയർ ചെയ്യരുത്. കാരണം ഞാനും ഒക്കെ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ആ പയ്യനെ ബ്ലർ ചെയ്യാതെ, ആ പയ്യന്റെ ഫേസ് ഒന്നും ബ്ലർ ചെയ്യാതെയാണ് കൂടുതലും ഷെയറിങ് നടന്നുകൊണ്ടിരുന്നത്. ഇനി അത് ചെയ്യാതിരിക്കുക. അവനോട് ചെയ്യുന്ന ഒരു ദ്രോഹമായി പോകും. അവനെ കുറെ പേര് ഉപദ്രവിച്ചു. അവന്മാർക്ക് മൂപ്പെന്നൊന്നും അല്ല പറയണ്ടേ, അതിന്റെ വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് അവന്മാരോട് നമ്മൾ പറയേണ്ടത്. കാരണം അങ്ങനെയുള്ള കുറെ ക്രിമിനൽ മൈൻഡുള്ള ബ്രൂട്ടൽ പത്തറ്റിക് എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില ടീമുകൾ, ചില കുട്ടികളൊന്നും അവന്മാരെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവന്മാര് കാണിച്ച ഒരു പരിപാടിയുണ്ട്. നമ്മളും ഏകദേശം ഒക്കെ അതിന്റെ അടുത്ത് നിൽക്കുന്ന പരിപാടികളായിരിക്കും സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതെടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലറ് പോലും ചെയ്യാതിരിക്കുക. ആ പയ്യന് നാളെ പുറത്തിറങ്ങി ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി അത് ചെയ്യുന്നവർക്ക് നല്ല മുട്ടൻ പണി വൈകാതെ കിട്ടും. അതും കൂടെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് അറിയാവുന്നവരോടൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. കാരണം പണി മേടിക്കരുത്. ഓക്കെ, ഇനി എന്താണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് കേൾക്കാനുണ്ട്. അതുകൂടെ കേട്ടിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം.
റാഗിങ്ങിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് പരാതിക്കാരനായ വിദ്യാർത്ഥി നമ്മളോട് പങ്കുവച്ചത്. ഈ റാഗിംഗ് ഹോസ്റ്റലിൽ പതിവാണ് എന്നാണ് ഈ പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത്. ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ അന്നാണ് ആദ്യത്തെ റാഗിംഗ് തുടങ്ങുന്നത്. നമ്മളെല്ലാം കണ്ട ആ ഞെട്ടിക്കുന്ന ദൃശ്യം അത് പകർത്തിയിരിക്കുന്നത് അന്നത്തെ ദിവസമാണ്. അന്ന് ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ എത്തി ഇത്തരത്തിലൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്തത്. ഇതുകൂടാതെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയായിരുന്നു. 2024 നവംബർ മുതൽ പലപ്പോഴായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത്. ഒരു രാത്രി 9:30 ആകുമ്പോഴേക്കും വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നാണ് സൂചിപ്പിച്ചത്. അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ പുറത്തു പറയാൻ ഭയമായിരുന്നു. പുറത്തു പറഞ്ഞാൽ മറ്റേതെങ്കിലും രീതിയിൽ ഇനിയും ഉപദ്രവിക്കുമോ എന്ന ഭയം പരാതിക്കാരനടക്കമുള്ള. എനിക്ക് ഇവിടുത്തെ ഈ 2K കിഡ്സിനോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാറുള്ളത്. ചിലവന്മാരുണ്ട്, ഇവന്മാരെന്തോ വലിയ അങ്ങ് സെറ്റപ്പ് ആണെന്ന് കരുതിയിരിക്കുന്നവന്മാര്. എടാ 2K കിഡ്സേ, നീയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ നിനക്കൊക്കെ? ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ മാർച്ച് SFI ABVP KSUവിന്റെ ഒക്കെ മാർച്ച് ഉണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത്. അതിന്റെയൊക്കെ വിഷ്വൽസ് ഞാൻ കണ്ടു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വിഷ്വൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും പോയി. എനിക്ക് വയ്യ ഇനി അത് എടുത്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് നിങ്ങളെ കാണിച്ചു തന്നേനെ. സത്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എടാ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടല്ലോ, ഞാനൊക്കെ ഒരു 10 വർഷം മുമ്പാണ് കോളേജിൽ പഠിക്കുന്നത്. എടാ റാഗിങ് എന്നല്ല, ഞാനൊക്കെ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോഴും എന്റെയൊക്കെ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും, ഡാൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളൂ. ദേഹത്ത് കൈവെക്കത്തില്ല. ദേഹത്ത് കൈവച്ച ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അന്നൊക്കെ അവിടെ ഞാൻ പഠിച്ചത് SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു കോളേജിലാണ്. അവിടെ ഉണ്ടല്ലോ ഒരുത്തൻ ദേഹത്ത് തൊടത്തില്ല. ചെയ്യിപ്പിക്കും, പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്, ദേഹത്ത് തൊട്ടുള്ള കയ്യങ്ങളെ അവിടെ ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ഇടി പൊട്ടും. അത് ഞാനൊക്കെ തേർഡ് ഇയർ ആയപ്പോഴും നമുക്ക് ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന പിള്ളേരോട് നമ്മളെന്താ അതിനെ റാഗിങ് എന്ന് പറയാൻ പറ്റില്ല. അവരോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ പോകുമ്പോൾ അവർക്ക് സങ്കടമാണ്. എന്റെയൊക്കെ സീനിയേഴ്സ് പോയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ ഈ 2K ഒന്നുമില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നോക്ക് നിങ്ങള് ഈ വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ, 2K ബം പിള്ളേരെന്നൊക്കെ പറഞ്ഞ്. ഇവന്റെയൊക്കെ കാലത്ത് ഈ പരിപാടി നടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇവന്മാർക്കൊക്കെ? ഞാൻ ഈ പറഞ്ഞ കണക്കത്തെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാർച്ചില് കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ആ വീഡിയോയിലുണ്ടല്ലോ, ഇവന്മാര് ആദ്യമേ ഈ ബസ്സില്ല, പോലീസുകാരുടെ മറ്റേ ഇടിവണ്ടി ഉണ്ടല്ലോ, അതൊന്നും ഇല്ല, ആകെ ഒരു ഇടിവണ്ടിയേ ഉള്ളൂ. ആദ്യത്തെ ഒരു റൗണ്ടിൽ അവിടെ ABVP KSU മാർച്ച് നടത്തിയവന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോയി. പിന്നെ KSUക്കാർ കുറെ നേരം അവിടെ നിന്ന് ജയ് വിളിക്കുക. KSU അല്ല, SFIക്കാർ കുറെ നേരം ജയ് വിളിച്ചു. ലാസ്റ്റ് അവർക്കും മടുത്തു. ലാസ്റ്റ് പോലീസുകാരുമൊക്കെ ആയിട്ട് നിന്ന് സംസാരിച്ച് ചില്ല് ചെയ്ത് ലാസ്റ്റ് ഇടിവണ്ടി വന്നു. അപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞു, മക്കളെ നിങ്ങൾ പൊക്കോ. ഓക്കെ സാർ, ഞങ്ങൾ പൊക്കോളാം. ഇവന്മാരെല്ലാം പിരിഞ്ഞു പോയി. എടാ നാണക്കേടാടാ, ആ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാ. നിന്നെ പോലുള്ള കുറെ എണ്ണം ഇപ്പൊ കിടന്ന് ഉണ്ടാക്കുന്നത്. നീയൊക്കെ ആ കോളേജിൽ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കോളേജിൽ പഠിച്ച് പുറത്തു വന്നവനാ. അതുകൊണ്ട് എനിക്കറിയാം, നീയൊക്കെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ആ കോളേജിൽ ആ പിള്ളേർക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ല. ആന്റി റാങ്കിങ് സെല്ല് മറ്റേത് മറിച്ചത് കോപ്പൊക്കെ കാണും, നമ്മുടെയൊക്കെ സമയത്തും ഉണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം നല്ല ഉറപ്പുള്ള നേതാക്കന്മാരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, ഉറപ്പുള്ളവന്മാര്. അവന്മാരുള്ളപ്പോ ഉണ്ടല്ലോ ഒരുത്തരും അവിടെ കിടന്നൊന്നും കാണിക്കത്തില്ല. ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കോളേജിൽ ഇങ്ങനെ വരത്തില്ല. എടാ നീയൊക്കെ വേണമായിരുന്നു ആ കോളേജിലെ പിള്ളേരെ നോക്കാൻ, മനസ്സിലായില്ലേ? നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഈ ആന്റി റാങ്കിങ് സെല്ലുണ്ടെങ്കിലും അതിന്റെ മേളിലുള്ളത് നമ്മുടെ പാർട്ടി തന്നെയാണ്, മനസ്സിലായില്ലേ? ഇപ്പോഴും അത് തന്നെ ആയിരിക്കും സിറ്റുവേഷനൊക്കെ. പക്ഷെ എന്തുകൊണ്ടാ പിള്ളേർക്ക് ഇങ്ങനെ പറ്റി? നിനക്കൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട്. നീയൊക്കെ പ്രോപ്പറായിട്ടൊരു അവിടെ ഭരിച്ചില്ല. അങ്ങനെ തന്നെ വേണം ഞാൻ പറയാൻ, അങ്ങനെ തന്നെ പറയണം. ഭരണം എന്ന് പറയുന്നത് വേണ്ട, ആ വാക്ക് തെറ്റായിരിക്കാം, മാറ്റിയേക്കുക. പ്രോപ്പറായിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കിയില്ല, അങ്ങനെ വേണം പറയാൻ, മനസ്സിലായില്ലേ? ഇപ്പൊ ആ പയ്യൻ പറയുന്ന കണക്ക് അവിടെ നാളുകളായിട്ട്, ആദ്യമായിട്ടൊന്നും അല്ല, അവന്റെ ബർത്ത്ഡേ അന്നാണ് അവനോട് ഈ പരിപാടി കാണിച്ചത്. അതിന് മുമ്പും അവരെ രാത്രി വിളിച്ച് ഇടിക്കുന്നുണ്ട്. ഈ 2K ടീം തന്നെ ആയിരിക്കുമല്ലോ ഇവന്മാരും, ഈ തേർഡ് ഇയറൊക്കെ പഠിക്കുന്ന ഡിണ്ടികളും. ഈ ഡിണ്ടകളും അതൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ? ഇടിച്ച് പുറം പൊളിക്കാൻ ആരും ഇല്ലാത്ത ഇവന്റെയൊക്കെ. അതുകൊണ്ടുള്ള സോക്കേടാ ഇതൊക്കെ, മനസ്സിലായില്ലേ? ഇവന്മാരുടെയൊക്കെ ഞാൻ തമ്മിൽ വേണമെങ്കിൽ ഇവന്മാരുടെയൊക്കെ 2-3 എണ്ണത്തിന്റെ ഫോട്ടോ വെച്ചേക്കാം. ഇവന്മാരുടെ ഇന്നലെ ഞാൻ ന്യൂസ് വഴി ഞാൻ അതൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ഇനി എനിക്ക് വയ്യ അതൊക്കെ ഇരുന്ന് പറയാൻ. ഇവന്മാർക്ക് ഒരാൾക്കും ഇനി നേഴ്സ് ആവാൻ പറ്റത്തില്ല. എല്ലാത്തിനും നല്ല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. നേഴ്സ് എന്നല്ല, ഇവന്മാരൊന്നും ഇനി പഠിക്കണ്ട. ഇവന്മാരൊക്കെ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയാലും ഇതൊക്കെ തന്നെയല്ലേ അവിടെ കാണിക്കത്തുള്ളൂ. ക്രിമിനൽ മെന്റാലിറ്റി ആയിരിക്കത്തില്ല ഇവന്റെയൊക്കെ.
ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീഡിയോ എടുത്ത് വെക്കുക, ഉപദ്രവിച്ചിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി വിലയല്ലേ ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ അവന്മാർ കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവന്മാർ അങ്ങനെയും കൂടെ ചെയ്യുമോ? ഇങ്ങനെയുള്ളവനൊക്കെ ഇവിടെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവനൊന്നും ഇവിടെ പഠിക്കണ്ട, ഇവനൊന്നും ഒരു കരിയർ ഉണ്ടാവരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവരുത്. കാരണം ആയിക്കോട്ടെ, ചെറിയ ചെറിയ പരിപാടികൾ റാഗിങ്ങോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, പക്ഷെ ഒരുത്തന്റെ ജീവൻ വെച്ച് കളിക്കുന്നത് അത് നല്ല പെടലേക്ക് പൊട്ടിരി കിട്ടാത്ത തന്നെയാണ്. എനിക്ക് അങ്ങനെയാ പറയാനുള്ളത് കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും ഇനി ഇരുന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾ പറയണം. ഈ ഒരു വീഡിയോയിൽ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്താ ചെയ്യണ്ടേ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ? എനിക്ക് ഇത്രേ ഉള്ളൂ, എന്റെ അഭിപ്രായം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.